നമ്മുടെ മുഖത്ത് നല്ല ഗ്ലാമർ ആഗ്രഹിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? നമ്മൾ ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് കുളിക്കുന്നവരായാൽ, അതങ്ങനെ പതിവാക്കിയാൽ നമ്മളറിയാതെ മുഖത്ത് നല്ല ഭംഗി അനുഭവപ്പെടും. മാത്രമല്ല 3 സമയങ്ങളുണ്ട്. നമ്മളിൽ പല ആളുകളും ആ സമയങ്ങളിൽ കുളിക്കുന്നവരാണ്. അങ്ങനെ കുളിക്കുന്നത് കൊണ്ട് വലിയ അപകടങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. പൈശാചിക ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ നമ്മളെ തേടി വരുന്നതാണ്. ആ 3 സമയങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടത് മാറ്റിവെക്കണം. ആ നല്ല സമയം നമുക്ക് ഗ്ലാമർ ഉണ്ടാക്കി തരുന്ന, അത് മാത്രമല്ല കണ്ണേറിൽ നിന്ന് പോലും സുരക്ഷിതത്വം നൽകുന്നൊരു സമയമുണ്ട് എന്നാണ്. ആ സമയത്ത് കുളിച്ചാൽ കണ്ണേറിൽ നിന്ന് പോലും കാവലാണെന്നാണ്. ഏതാണ് ആ സമയം എന്ന് പഠിക്കണ്ടേ? 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ. എല്ലാവരും ഹാപ്പിയല്ലേ? ഉന്മേഷം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എപ്പോഴും നല്ല എനർജറ്റിക്കായിട്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ പലപ്പോഴും നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങി എന്തു പറയാനാ അടിപൊളി അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണ്. എപ്പോഴും തളർച്ചയാണ്, ഒരു സുഖമില്ല. എന്നാൽ ഈ തളർച്ചയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുളിക്കുക എന്ന് പറയുന്നത്, അല്ലേ? കുളിക്കാറില്ലേ എല്ലാവരും? എന്ത് ചോദ്യമാണ് ഉസ്താദ്, ഞങ്ങളൊക്കെ കുളിക്കാറുണ്ട് എന്ന്. എന്നാലും ഹോസ്റ്റലിൽ പഠിക്കണ പല ആളുകളും കൃത്യമായിട്ട് കുളിക്കണില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. കാരണം ഞാനെൻ്റെ കോളേജിൽ ചെന്നപ്പോഴേ അപ്പോൾ പെൺകുട്ടികളാണ് കൂടുതലും. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങളങ്ങനെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ കുളിക്കും. എന്തും മനുഷ്യന്മാരാടി ഞങ്ങളൊക്കെ ഡെയിലി കുളിക്കണ്ടേ? എങ്ങനെ ഡെയിലി കുളിക്കും, നല്ല തണുപ്പല്ലേ എന്നാണ്. അപ്പോൾ നന്നായി ഡെയിലി കുളിക്കുക എന്ന് പറയുന്നത് ഉണർവിന് പറ്റി ഏറ്റവും നല്ല ഒരു റെമഡി ആയിക്കൊണ്ട്, അത് ആരോഗ്യ വിഭാഗം മാത്രമൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അള്ളാഹിൻ്റെ മതം ഇതൊരു ആരാധനയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് കുളിക്ക്. എന്നാൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കുളി 3 സമയങ്ങളിൽ നമ്മൾ കുളിച്ചാലോ വലിയ അപകടങ്ങൾ, വലിയ പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തും. മാത്രമല്ല പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവും. അതേതാണ് ഉസ്താദേ ആ 3 നേരം? അത് പഠിക്കണം. എന്തുകൊണ്ടാണ് ആ 3 നേരം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിക്കണ്ടേ? തിരിച്ചറിയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സ് ശുദ്ധിയാകണം, അതുപോലെ ശരീരവും ശുദ്ധിയാകണം. അത്തഹൂറ് ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാൻ്റെ പാതിയാണ്. അത് 2 തരം ശുദ്ധി ഉണ്ടെന്നാണ്. ഒന്ന് ശരീരം ശുദ്ധിയാക്കലും, മറ്റൊന്ന് മനസ്സ് ശുദ്ധിയാക്കലും. 2 ശുദ്ധിയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് അവനിങ്ങനെ ആകെ വിയർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ അവനിങ്ങനെ സുന്നത്തായ കുളിയെ മനസ്സിൽ കരുതിക്കൊണ്ട് നിയത്ത് ചെയ്തുകൊണ്ട് ഒരു കുളി അങ്ങ് പാസ്സാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള ആരാധനയാണ്, അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അങ്ങനെയൊന്ന് കുളിക്കുന്നതിന് പോലും ഒരു മുസൽമാന് പ്രതിഫലം ലഭിക്കുകയാണെന്ന് പറയുമ്പോൾ യാ അല്ലാഹ് എത്രമേൽ മനോഹരാണത്. എല്ലാ ദിവസവും കുളിക്കൂലേ? എല്ലാ ദിവസവും കുളിക്കണം. നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 1-2 നേരം കുളിച്ചാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ കുളിക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കുക, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ അടുക്കളയിലും കയറി എല്ലാം മുഷിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വന്ന് കിടന്നുറങ്ങരുത്. ചില കെട്ടിയന്മാരങ്ങനെ ഉണ്ട്, പണിക്ക് പോയി എന്നിട്ട് കുളിക്കൊന്നുമില്ല, കെട്ടിയൊക്കെ അടുത്ത് പോയിട്ട് ആ കോലത്തിൽ കിടക്കും. അവൾ പിന്നെ ആ ചങ്ങായി തൊടുമ്പോൾ തന്നെ ഏതാണ്ട് മയ്യത്ത് പോലെ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഒരു താല്പര്യം ഉണ്ടാവില്ല, ഭർത്താവിനോട് ചേർന്ന് കിടക്കാൻ തോന്നില്ല. അങ്ങനെ പല കേസുകളും കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന ചില വിഷയം എന്താണ്, പെണ്ണ് ദേവകളെ അടുക്കളയിൽ നിന്ന് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി മീൻകറി വരെ ഉണ്ടാക്കിയിട്ട് അവളെന്ത് ചെയ്യും, ഒന്ന് കുളിക്കാതെ അല്ലെങ്കിൽ മേല് കഴുകാതെ നേരെ വന്ന് ഭർത്താവിൻ്റെ അടുത്ത് കിടക്കും. മനുഷ്യനടങ്ങാറാക്കാനായിട്ട് വരണ്ടായിരുന്നു വീട്ടിലോട്ട് എന്ന് തോന്നുന്നു അല്ലേ? കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളവരാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 2 നേരം കുളിക്കണം, വളരെ നല്ലതാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനുമാണ്. രാത്രി കുളിച്ചിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇത്തിരി നല്ല പൗഡറൊക്കെ ഇട്ടിട്ട് നല്ല വേണമെങ്കിൽ കേട്ടോ നല്ല പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് ഭർത്താവിൻ്റെ മുമ്പിലേക്ക് വരണം. നിങ്ങൾ പെർഫ്യൂം യൂസ് ചെയ്യണപ്പോഴാണ് കല്യാണത്തിന് പോകുമ്പോൾ അതെന്തിനാ നാട്ടുകാർക്ക് സ്മെല്ല് കിട്ടാനോ? അത് വ്യഭിചാരിണിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൊരു കെട്ടിയവൻ്റെ മുമ്പിലേക്ക് സ്പ്രേ അടിച്ച് തന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ കെട്ടിയൊക്കെ എടുത്തേക്കും. 2 പേരും
നിങ്ങളൊന്ന് ഭംഗിയായി നോക്ക്, അള്ളാഹുവിനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായി കുളിക്കുക എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ എന്താണ്? മലക്കുകളുടെ ഇഷ്ടമാണ്. കാരണം വൃത്തിയില്ലാത്തവൻ്റെ അടുക്കൽ മലക്കുകൾ ഉണ്ടാവില്ല. നിങ്ങൾ കുളിച്ച് ഭംഗിയായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ മലക്കുകളുടെ സാന്നിധ്യത്തിന് കാരണമാണ്. മറ്റൊന്ന് തക്ഫീറുസ്സയ്യിആത്ത്. ഇങ്ങനെ നിയ്യത്ത് വെച്ച് നല്ലൊരു സുന്നത്തായ കുളി അങ്ങ് പാസ്സാക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന ഓരോ വെള്ളത്തുള്ളികളോടൊപ്പം നിങ്ങളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. യാ അല്ലാഹ്, പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുള്ള കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ സുന്നത്തായ കുളികൾ ഇങ്ങനെ കുളിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നിർബന്ധമായ കുളികൾ ഇങ്ങനെ നെയ്യത്ത് വെച്ച് കുളിക്കുന്നതിലൂടെ, ആ ആരാധനകൾ ചെയ്യുന്നതിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. പിന്നെയോ മറ്റൊന്ന് തൈസീറുൽ ഉമൂർ, കാര്യങ്ങൾ എളുപ്പമാകും. അതിപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാമല്ലേ, ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തടഞ്ഞൊടിഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ഒന്ന് പോയി കുളിക്കടാ. ചില ഉമ്മമാരൊക്കെ പറയും ഒന്ന് കുളിക്കടാ, നാട്ടുവെച്ചാലും കുളിക്കൂല, ഉമ്മച്ചി ഒട്ടും വയ്യ, ആകെ തളർച്ചയാണ്, പോയി കുളിക്കണം എന്നാലേ ചോറ് വരുള്ളൂ എന്ന് പറയുമ്പോൾ മോൻ പോയി കുളിച്ചുകൊണ്ട് വരുമ്പോൾ ഇപ്പം നല്ല ഉഷാറുണ്ട് ഉമ്മച്ചി, അന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറയും അല്ലേ. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകാൻ ഡെയിലി കുളിക്കണം, നല്ലതാണ്, നല്ല ഉണർവ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ വുളൂഇൻ്റെ ശേഷമുള്ള ദുആ ചൊല്ലിയാൽ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വുളൂഇന് ശേഷമുള്ള ദുആ നമുക്ക് കുളിക്ക് ശേഷവും ചൊല്ലാം, അത് വളരെ നല്ലതാണെന്നാണ്. അപ്പോൾ ശാരീരികവും മാനസികവുമായി ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കുളിക്ക്, ഒരുപാട് ഗുണങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഗുണങ്ങളൊക്കെ കിട്ടാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് കുളിക്കണം, നല്ലതാണ്. മനസ്സിലായോ? എന്നാൽ 3 സമയങ്ങളിൽ കുളിക്കരുത്, പ്രശ്നമാണ്. ഏതാണ് 3 സമയങ്ങൾ? അത് ഇബ്നു ഹജർ തങ്ങളും അതുപോലെ തന്നെ ഷർവാനിയിലും ഒക്കെ കൃത്യമായിട്ട് കാണുന്ന ഫിഖഹിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. വെറുതെ എൻ്റെ ഭാഗം അടിച്ചു വിടുകയല്ല കേട്ടോ. 3 സമയങ്ങൾ. ഒന്ന്, അല്ല യഗ്തസില നിസ്ഫൻ നഹാർ, പകലിൻ്റെ മധ്യം, അതായത് നട്ടുച്ച നേരത്ത് കുളിക്കുക. ഭൂരിഭാഗം ഉമ്മമാർ കുളിക്കണം എപ്പോഴാണ്? നട്ടുച്ച നേരത്താണ്. നട്ടുച്ച നേരത്ത് കുളിക്കൽ കറാഹത്താന്ന് പോലും പറഞ്ഞവരുണ്ട്. കാരണം പണിയൊക്കെ തീർത്തിട്ടല്ലേ ഉസ്താദേ കുളിക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ പണി തീരണമെങ്കിൽ ഖിയാമത്ത് നാളാകും. ഒരു ഭർത്താവ് എന്നോട് സങ്കടം പറഞ്ഞു, ഉസ്താദേ എൻ്റെ കെട്ടിയോക്കടെ പണി രാത്രി 10 മണിയായാലും തീരൂല, ഞാനും കെട്ടിയോളും ഒരു മോളേ വീട്ടിലുള്ളൂ, പക്ഷെ പണി തീരണില്ല. അവൾ അടുക്കളയിൽ രാവിലെ സുബഹിക്ക് മുമ്പ് കയറും, തഹജ്ജുദിൻ്റെ നേരത്തെ എൻ്റെ അടുത്തോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഉസ്താദ് എന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ അടുക്കള അഡിക്റ്റായ കുറേ ഉമ്മമാരുണ്ട്. അവർക്ക് അടുക്കള എത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പുറത്തെടുക്കാനുള്ള പണിയൊന്നും അവർ നോക്കൂല. അങ്ങനെ അങ്ങ് ജീവിച്ചിട്ട് എന്താ കാര്യം? കുറച്ചൊക്കെ ജീവിതത്തിലൊരു സന്തോഷമൊക്കെ വേണ്ട. അടുക്കള പണിയൊക്കെ ഉച്ചക്ക് മുമ്പ് തീർക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കുളിക്കണതൊക്കെ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് കുളിക്കുന്നേ. രാവിലെ തന്നെ അങ്ങ് കുളിക്ക്, നേരം വെളുക്കുമ്പോൾ തന്നെ അങ്ങ് കുളിച്ചോ. മേത്തൊക്കെ അഴുക്കാവൂല ഉസ്താദ്, എന്നിട്ടൊന്ന് മേലെഴുകിയാൽ പോരെ ഇല്ലേ. തല നനക്കുക എന്ന് പറയുന്ന സംഗതി നട്ടുച്ചക്ക് നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾ നട്ടുച്ചക്ക് തല നനക്കാണെങ്കിൽ ഇരട്ടി പണി പിന്നാലെ വരുന്നുണ്ട്. അതുപോലെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല പണി പിന്നാലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നട്ടുച്ചക്ക് കുളിക്കരുത്. പിന്നെയോ മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം കുളിക്കരുത് എന്നാണ്. മരുവാൻ കുളിക്കാൻ പോകണം, ആ സമയത്ത് ഓടിച്ചെന്നങ്ങ് കുളിക്കുക, അത് നല്ലതല്ല. പിന്നെയോ മൂന്നാമത്തേത്, മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ കുളിക്കരുത്. അത് കുളിക്കാനും നല്ല സമയമില്ല. ഇത് വല്ലപ്പോഴും ഒരിക്കലും ക്ഷീണം കൊണ്ടങ്ങ് കുളിച്ചു പോയി, അതിനെക്കുറിച്ചല്ല. ഇതിങ്ങനെ പതിവാക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചു തുടങ്ങാമെന്നാണ്. എന്താ ഇതിൻ്റെ കാരണം? ഈ മഗ്‌രിബോടടുത്ത സമയം, മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിലുള്ള സമയം, ഇത് പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചുക്കൾ ഓടി നടക്കണ സമയമാണ്. പിശാചിൻ്റെ സങ്കേതം എവിടെയാണ്? ഏറ്റവും വലിയ സങ്കേതം അത് ഹമ്മാം, അത് ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂമിൽ പിശാച് പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ പാടില്ല, പിശാച് ഓടി നടക്കുകയാണെന്ന് പറയുമ്പോൾ പിശാചിൻ്റെ സങ്കേതത്തിൻ്റെ അകത്ത് ഭയങ്കര ഡേഞ്ചർ സമയമാണ്. വല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ആകെ ടയേർഡായി, ആകെ പ്രയാസമായി, ആകെ ഫദിഹത്താകുമെന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ കുളിച്ചു, അത് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കയറി കുളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ പതിവാക്കാൻ പാടില്ല എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം, ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയം, ആ സമയത്തെ കുളി നല്ലതല്ല. അത് പൈശാചിക ഉപദ്രവമുണ്ടാകാൻ സാധ്യതയേറെയാണ്. അപ്പോൾ ആ സമയത്തെ കുളിയൊന്ന് മാറ്റി വെക്കണം, നല്ലതാണ്. എന്നിട്ട് ഇശാ ബാങ്ക് കുളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇശാൻ്റെ സമയമാകുമ്പോൾ കുളിച്ചോ, അല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് മുമ്പ് കുളിക്കുന്നതിന് പകരം മഗ്‌രിബിനൊരു കുറച്ച് നേരം മുമ്പങ്ങ് കുളിച്ചോ, അങ്ങനെ ചെയ്യാമല്ലോ അല്ലേ. അതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ സമയം മാറ്റി വെക്കണത് വളരെ നല്ലതാണ്. ഇനി തോന്നിയ സമയത്ത് കുളിക്കാൻ പാടില്ല. തോന്നിയ സമയത്ത് കുളിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അലർജി ഉണ്ടാവും. ഇന്ന് കുളിക്കണത് 12 മണിക്കാണെങ്കിൽ നാളെ കുളിക്കണം 1 മണി, പിറ്റേന്ന് കുളിക്കുന്നത് 2 മണി, പിറ്റേന്ന് കുളിക്കണം 3 മണി. ഇങ്ങനെയൊക്കെയാണ് ഉമ്മമാരുടെ കാര്യം. ഇവർക്ക് അലർജി വിട്ടുമാറൂല, എപ്പോഴും തുമ്മലും ജലദോഷം തലവേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ഇതിങ്ങനെ അവരെ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും നല്ല സമയം ഏതാണ് കുളിക്കാൻ? സുബ്ഹി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സുബ്ഹി കഴിഞ്ഞിട്ടുള്ള സമയം, പ്രഭാത സമയം.
എൻ്റെ പൊന്നുസ്താദേ, ആ നേരത്തൊക്കെ കുളിക്കാനാ പിന്നെ. എന്നിട്ട് അടുക്കളയിലോട്ട് കയറണ്ടേ ഉസ്താദേ? ഉസ്താദിനൊന്നും അടുക്കളയിൽ കയറണ്ട. ആരും ഒരു ഉസ്താദിന് അടുക്കളയിൽ കയറണ്ട. എന്ത് ഉസ്താദ് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ വല്ല കൊക്കച്ചി പിടിക്കുമോ? നിങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അല്ലേ? നീ കണ്ണു വെക്കരുത് കേട്ടോ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അപ്പോൾ ഈ രാവിലെ കുളിക്കുന്നതിൻ്റെ ഗുണം ഇമാമിങ്ങൾ പറയുന്നുണ്ട്, മുഖസൗന്ദര്യം കൂടും. മുഖസൗന്ദര്യം വേണ്ടാന്ന് തോന്നണ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? മുഖസൗന്ദര്യം കൂടും. അള്ളാഹ്ക്ക് വേണ്ടി നല്ല നെയ്യത്തിൽ സുന്നത്തായ കുളിച്ചോ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് മുഖസൗന്ദര്യം കൂടും. മാത്രമല്ല മനുഷ്യനിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള ഷെറുകൾ ഉണ്ടാവില്ല എന്നാണ് അന്നത്തെ ദിവസം. അപ്പോൾ കണ്ണേറിനത് പോലുള്ള സംഗതികൾ തടയും. കണ്ണേറ് അത് മനുഷ്യനിൽ നിന്നുണ്ടാകുന്നൊരു ഷെറല്ലേ അല്ലേ? അപ്പോൾ ആ ഷെറിനെ പോലും തട്ടിക്കളയുന്ന സംഗതിയാണ് രാവിലെ നല്ല നെയ്യത്തിൽ സുന്നത്തായ കുളിച്ചങ്ങോട്ട് ഇറങ്ങുക എന്ന് പറയുന്നത്. അതൊന്ന് ചെയ്തു നോക്കിയേ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ കാവൽ തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. പിന്നെന്താ, നല്ല തണുത്ത വെള്ളമായിരിക്കും ഉസ്താദേ അതിന്. അപ്പോൾ നല്ല ചൂടാകാത്ത നിലക്ക്, ആ തണുപ്പൊന്ന് മാറുന്ന നിലക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കിക്കോ. അതായത് തണുപ്പൊന്ന് മാറിയാൽ മതി, എന്നാൽ അങ്ങോട്ട് ചൂടാകാനും പാടില്ല. തിളച്ച വെള്ളമൊക്കെ തലയിൽ കോരി ഒഴിക്കുന്നവരോട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അപകടമാണ്, അത് തെറ്റാണത്, ചെയ്യാൻ പാടില്ല. വലിയ നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്, അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്നുണ്ട്, വിരോധമില്ല. ഏറ്റവും നല്ലത് നല്ല പച്ചവെള്ളത്തിൽ കുളിക്കലാണ്. ഏത് ഡോക്ടേഴ്സിനോട് പോലും നിങ്ങൾ ചോദിച്ചു നോക്കുക, പച്ചവെള്ളത്തിൽ കുളിക്കാനാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സ്കിന്നിന് നല്ലത്, ബോഡിക്ക് നല്ലത്, മൈൻഡിന് നല്ലത്, എല്ലാത്തിനും നല്ലത് പച്ചവെള്ളത്തിൽ കുളിക്കലാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിച്ചോ, അല്ലാത്തൊരു തണുപ്പ് മാറ്റിയിട്ട് കുളിച്ചോ. ആ രാവിലെ സമയത്ത് കുളിച്ചാൽ വല്ലാത്ത പ്രത്യേകതയുണ്ടെന്ന് അള്ളാഹുവിൻ്റെ അയിമ്മത്തുകൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സംഗതികൾ മനസ്സിലായില്ലേ? അപ്പോൾ ഏറ്റവും നല്ല സമയം സുബഹിയുടെ സമയമാണ്. പാടില്ലാത്ത 3 സമയങ്ങൾ പറഞ്ഞു, നട്ടുച്ച, അതുപോലെ തന്നെ മഗ്‌രിബിന് മുൻപ് ശേഷം ഇശാ വരെയുള്ള സമയം ഇല്ലേ? അപ്പോൾ ഈ സമയങ്ങളിൽ കറാഹത്തുണ്ട്, ഹറാമാണെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വല്ലപ്പോഴും കുളിക്കുന്നുണ്ട്, വിരോധമൊന്നുമില്ല. പതിവാക്കാതിരിക്കലാണ് നല്ലത്. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, ഇസ്ലാമിൽ സ്വഹാബത്തിൻ്റെ കാലത്ത് വന്ന ആദ്യത്തെ പുത്തൻവാദികൾ ആരാണ്? അതല്ലേ നമ്മൾ ഇന്നലെ ചോദിച്ചു? അതാണ് തോന്നുന്നു അല്ലേ? ആരാണത്? ഖവാരിജികളാണ്. ഖവാരിജ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവന്മാരാണ്. ആദ്യത്തെ പുത്തൻവാദികളാണ്, ആദ്യത്തെ ബിദ്അത്തുകാരാണ്. ഇന്ന് പലതരം ബിദ്അത്തുകാരുണ്ട്, അവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരാണ് ഖവാരിജികൾ. ഓക്കെ, ഇന്നത്തെ ചോദ്യം, സയ്യിദ്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കമൻറ്റ് ചെയ്യില്ലേ? അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. പിന്നെ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് 7:30 മണിക്ക്, 7:15 കൃത്യം 7:30 നമുക്കൊരു മജ്ലിസ് നടത്തണം. എല്ലാവരും തിരക്കുകളൊക്കെ മാറ്റിവെച്ച സദസ്സിൽ പങ്കെടുക്കണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, പലരുടെയും മാതാപിതാക്കളുടെ ആണ്ടിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഇണകൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. പടച്ചവനെ, മക്കളെ നന്നാക്കണേ അല്ലാ. പരീക്ഷണങ്ങളിൽ വിജയം നൽകണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മറ്റൊരുത്തൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ നൽകല്ലേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. യാ റബ്ബന, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.